This call is now being recorded. Okay. ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ കയ്യിലല്ലേ എല്ലാവരെയും? ഉണ്ട്. ഒന്ന് വേഗം വേഗം ആൻസർ ചെയ്തോ. നോട്ട്സ് ഇല്ലേ? നോട്ട് കിട്ടില്ലാന്നോ? ക്വസ്റ്റ്യൻസ് കിട്ടില്ലെന്നാണോ പറയണേ ഷിജിൻ? ആർക്കും കിട്ടിയിട്ടില്ലേ? കിട്ടി. കിട്ടിയിട്ടുണ്ടല്ലോ. കിട്ടിയിട്ടുണ്ട് മിസ്. കിട്ടിയെന്നോ കിട്ടിയില്ലെന്നോ? കുറച്ച് പേർ കിട്ടി. കിട്ടാത്തവരുള്ളത് കൊണ്ട് സ്റ്റഡി ഗ്രൂപ്പിൽ വിട്ടായിരുന്നു. ഞങ്ങക്ക് കിട്ടാറില്ല മിസ്സേ. 1 ഇയർ കഴിഞ്ഞതാ. ചിലപ്പോ അങ്ങനെയുള്ളവർക്കായിരിക്കും. നൗസിയ ഗ്രൂപ്പിൽ ഇട്ട കാരണം ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്, അല്ലാതെ വരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നണ ഡ്യൂറേഷൻ കഴിഞ്ഞത് കൊണ്ടായിരിക്കാം കോഴ്സിന്റെ. പക്ഷേ ചിലതൊന്നും കിട്ടാറില്ല മിസ്സേ. ഞങ്ങൾക്കൊന്നും ഡ്യൂറേഷൻ ഒന്നും കഴിഞ്ഞില്ല. എന്നാലും ക്ലാസ്സിന്റെ ടൈമും ഒന്നും അറിയാൻ പറ്റുന്നില്ല. ചിലപ്പോ 2 മണിക്കായിരിക്കും, ചിലപ്പോ 2:30, ചിലപ്പോ 3 മണിക്ക്, അങ്ങനെയാ വരുന്നത്. ടൈം ടേബിളില് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ടൈം ടേബിളില് ചിലപ്പോ 2:30 കൊടുത്തേക്കുന്നത്, ചിലപ്പോ അത് 2 മണിക്ക് തുടങ്ങും. ഞങ്ങൾ 2:30 പറഞ്ഞ് 2:30 കയറിയാല് ചിലപ്പം ക്ലാസ് ഒക്കെ പകുതിയാവും. അതല്ലടാ, അപ്പൊ അതായത് നമ്മള് നിങ്ങൾക്ക് നേരത്തെ ഒരു എന്റെ ക്ലാസ് എല്ലാം 2 മണിക്ക് തന്നെ ആവും. ഓക്കെ, എല്ലാ ദിവസവും 2 മണിക്കാണ്. പക്ഷെ മറ്റുള്ള ക്ലാസ്സുകള് 2:30 വരുന്നുണ്ട്. ഈ റഫീഖ് സാറിന്റെ ഒക്കെ 2:30 അത് ചിലപ്പോ കഴിഞ്ഞ ശനിയാഴ്ചയൊക്കെ 2:30 പറഞ്ഞിട്ട് 2 മണിക്ക് തുടങ്ങി. അത് റഫീഖ് സാർ ഉണ്ടായില്ലല്ലോ, ഉണ്ടായിരുന്നോ ക്ലാസ്സിന്? പക്ഷെ അതിന്റെ ഒന്നും തരുന്നില്ല. അതിന്റെ എന്തെങ്കിലും അനൗൺസ്മെന്റ് തരണ്ടേ? ഇങ്ങനെ ക്ലാസ് തുടങ്ങുന്നുണ്ടെന്നൊക്കെ പകരം വേറെ മിസ്സാന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ അതൊന്നും തരുന്നില്ല. അപ്പൊ റഫീഖ് സാർ ചിലപ്പോ നേരത്തെ ഇൻഫോം ചെയ്തവരെ കിട്ടുണ്ടെങ്കിൽ നമുക്കത് നേരത്തെ പറയാൻ പറ്റും. ചിലപ്പോ അത് ഇൻഫോർമേഷൻ കിട്ടാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവര് വന്നെടുക്കുമെന്നാണല്ലോ നമ്മൾ വിചാരിക്കണേ. അതിന്റെ നമ്മൾക്ക് ഓരോ ടൈം ടേബിൾ തന്നിട്ടുണ്ട്. ഇന്ന ദിവസം ഇന്നാള്, ഇന്ന ദിവസം ഇന്നാള്. റഫീഖ് സാറിന്റെ ക്ലാസ് ഇല്ല. മിക്ക ദിവസം ക്ലാസ് കിട്ടുന്നില്ല ഞങ്ങക്ക്. ഇന്നലെ ഇല്ലായിരുന്നു ക്ലാസ്. എക്സാമും അടുത്തില്ല. എക്സാം അടുത്തപ്പോ ഇന്നലെ സാങ്കേതിക കാരണം പ്രശ്നങ്ങൾ കാരണം അന്ന് ക്ലാസ് ഉണ്ടായിരിക്കില്ല പറഞ്ഞിട്ട് മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങള് മറ്റു കോഴ്സസിന്റെ ക്ലാസ്സസ് ഉണ്ടല്ലോ, അപ്പൊ അത് ഇവിടെ എടുത്ത് 1:30 ക്ലാസ്. ഇവിടെ നിങ്ങൾക്ക് 2 മണിക്കായിരുന്നു, 2:30 റഫീഖിന്റെ ക്ലാസ്. റഫീഖ് സാർ വന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിന്. പക്ഷെ അവിടെ ഞങ്ങൾ ക്ലാസ് എടുത്ത് കുറച്ചങ്ങോട്ട് പോയപ്പോഴേക്കും എന്താ പറയാ, പവർ ഫെയിലിയർ, നമ്മുടെ എന്തോ ഭയങ്കര ഇതായി, മൊത്തം കറണ്ട് പോയി. പിന്നെ ക്ലാസ് നിർത്തേണ്ടി വന്നു. കാരണം ഇത്രയും സിസ്റ്റംസ് നമ്മൾ ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അപ്പൊ അതൊക്കെ ഡൗൺ ആയി പോയി പെട്ടെന്ന്. അപ്പൊ പിന്നെ ഓഫ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ വന്നു. കാരണം ടെക്നിക്കൽ അവിടെ ഇഷ്യൂസ്, പിന്നെ അതൊക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ സാർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ക്ലാസ്സിന്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം കൊണ്ടാണ്, കറണ്ട് ഇല്ലാതിരുന്നത് കൊണ്ട്. ഇത്രയും സിസ്റ്റംസ് എല്ലാ ടീച്ചേഴ്സും അവരുടെ ക്ലാസ്സുകളിൽ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതെല്ലാം പെട്ടെന്ന് നിർത്താൻ പറഞ്ഞു, എല്ലാം ഓഫ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഓഫ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ക്ലാസ് ഇല്ലാതെ വന്നത്. അല്ല മിസ്, എക്സാം അടുത്തില്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നേ. ഈ ഓഗസ്റ്റ് 30 എക്സാം ഉണ്ട്. അപ്പൊ എന്തായാലും ഞാനത് പറഞ്ഞേക്കാം അവിടെ. ഇന്നലെ ഇപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ്. അതുപോലെ ടൈം ഒന്ന് ഗ്രൂപ്പില് അല്ല ക്ലാസ് റൂമിൽ ഒന്ന് ഉണ്ടാകാൻ പറയണേ. ചിലപ്പോ 2:30 നമുക്ക് ടൈം ടേബിളിൽ തന്നാലും ചിലപ്പോ 2 മണിക്കൊക്കെ തുടങ്ങും. ആദ്യമൊക്കെ കിട്ടുമായിരുന്നു, ഇപ്പൊ അങ്ങനെ കിട്ടാറില്ല. ഞാൻ ഇപ്പൊ തന്നെ എന്തായാലും പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ഇത്രയും പേര്, ഏകദേശം എനിക്ക് തോന്നുന്നു ഇത്രയും ആളുകൾ തന്നെയാണ് എല്ലാ ക്ലാസ്സിലും ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ അല്ലെ? 10, 18, 19 പേരൊക്കെ കയറാനുള്ളൂ അല്ലെ? അത് പ്രോപ്പറായിട്ട് ടൈം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പലരും കയറുന്നില്ല മിസ്. ചിലർക്ക് ക്ലാസ്സിന്റെ ടൈം അറിയത്തില്ല. അത് തന്നെയല്ല, 2 മണി തൊട്ടേ നമ്മൾ നോക്കണം. 2 മണിക്ക് ഒന്ന് കയറി നോക്കും, പിന്നെ 2:30 കയറി നോക്കും, പിന്നെ 3 മണിക്ക്, അങ്ങനെ ഞങ്ങൾ കയറി നോക്കുന്നത്. ആദ്യം 2 മണിയാകുമ്പോ തന്നെ നോക്കും. എന്നിട്ട് പിന്നെ 2:30, പിന്നെ 3 മണിക്ക് അങ്ങനെ നോക്കണേ. എന്നിട്ടാണ് ഞങ്ങൾ ചിലപ്പോ 2:30 പറഞ്ഞത് 2 മണിക്ക് തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാനത് അവിടെ ഇൻഫോം ചെയ്യാം.
ഇപ്പൊ എന്തായാലും നിങ്ങളോട് അത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞേക്കാം. നാളത്തെ ക്ലാസ് 11 മണിക്കാണ്, മോർണിംഗ് 11 മണിക്കാണ് കേട്ടോ. നാളത്തെ PSC ക്ലാസ് 11 മണിക്കാണ് ക്ലാസ്. അത് രാവിലെ ഉണ്ടാവാറില്ലല്ലോ മിസ്സേ? രാവിലെ ഉണ്ടാവാറില്ല, നാളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എടുക്കേണ്ടി വന്നു. അപ്പൊ നാളെ ഏതായിരിക്കും? നിങ്ങൾക്ക് ഇൻഫർമേഷൻ വിടും. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഞാൻ വിടാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. ചിലപ്പോ ഇപ്പൊ നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. നാളത്തെ ക്ലാസ് PSC ക്ലാസ്സസ് 11 to 12 ആണ് മോർണിംഗ് സെഷൻ. എനിക്കും സുരഭിക്കുന്ന മെയില് വരത്തില്ല. എനിക്കും സുരഭിക്കും അപ്പഴത്തേക്കും മെയില് വരത്തില്ല. ഇൻഫർമേഷൻ ഞങ്ങൾക്ക് മെയിലൊന്നും വരുന്നില്ല പറയാ. എനിക്കും വരുന്നില്ല. ഞാന് 1 year കഴിഞ്ഞായിരുന്നു. അല്ല, നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തോളാം. ആണ് വരിക. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂം മീറ്റ് വഴിയാണോ? അല്ല, ക്ലാസ് റൂം വഴിയല്ലേ വരുന്ന ഇൻഫർമേഷൻസ്? അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഒരാൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത് മനസ്സിലാവണില്ല. കുറച്ചു പേർക്ക് ക്ലാസ് റൂം വഴിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കുറച്ചായിട്ട് അതിന് ഇതുണ്ട്, ഇൻഫർമേഷൻ ഒന്നും അങ്ങനെ വരുന്നില്ല. പിന്നെ ഏത് വഴിയാ ഇപ്പൊ വരുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പം വരാറില്ല. ചിലപ്പം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും വരുന്നത്. അങ്ങനെ നാളത്തെ ക്ലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മോർണിംഗ് സെഷനിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ തന്നെ ഇൻഫർമേഷൻസ് വിടണം എന്നുള്ള കാര്യം. അപ്പൊ 11 മണിക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വരും. നോക്കിക്കോ നിങ്ങൾ. അപ്പൊ അതനുസരിച്ച് കയറുക. ഈ കാര്യം ഞാൻ അവിടെ സൂചിപ്പിച്ചേക്കാം. ടൈമിന്റെ കാര്യത്തിലൊന്ന് ഒരു അറേഞ്ച്മെന്റുകൾ എന്തായാലും ചെയ്യാനായിട്ട് ഇൻഫർമേഷൻ നോക്കുക നിങ്ങളൊന്ന് ജസ്റ്റ്. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ ക്ലാസ് പലർക്കും കിട്ടുന്നില്ല. ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പലർക്കും മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ നൗസിയാണ് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അയച്ചു തരുന്നത്. എനിക്കും ഷിജിന് അമ്പിളി പറഞ്ഞ ചേച്ചിക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ ആ കിട്ടാത്തവർക്ക് അപ്പൊ ആരാണോ ആ ഒരു മെസ്സേജ് കാണുന്നത്, ഇപ്പൊ നാളത്തെ ക്ലാസ് ഇന്ന സമയത്താണ് എന്നൊരു ഇൻഫർമേഷൻ വരുമ്പോ ആർക്കാണോ അത്, നൗസിയക്ക് ഇപ്പൊ അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ആളൊന്ന് എല്ലാവർക്കും ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. എനിക്ക് കിട്ടുന്നുണ്ട്, ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്യാട്ടോ. ഈ ക്ലാസ് നാളത്തെ 11 മണിക്കുന്നാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇതിനകത്തോട്ട് കയറുമ്പോ ഞാൻ അവിടെ കൊടുത്ത ഇത് നാളെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ട് അപ്പൊ അതൊന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇത്രയും കാര്യം ഇവിടെ ചോദിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇൻഫർമേഷൻ ആ ഒരു രീതിയിലാണ് പാസ് ചെയ്യുന്നത്. ഞാനിപ്പോ പറയേണ്ടതില്ല. പക്ഷെ ഞാൻ ഇപ്പൊ അറിഞ്ഞത് കൊണ്ട് മാത്രം ഇപ്പൊ പറഞ്ഞത് മാത്രം. എങ്കിലും നിങ്ങളുടെ ആ ഒരു ഇൻഫർമേഷൻ ഒന്ന് വരുന്നത് നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആരാണോ കാണുന്നത് അത് അവർ കാണുന്നവരൊന്ന് പാസ് ചെയ്യും. കാരണം വെച്ചാൽ ഇനി അതനുസരിച്ച് കയറാനുള്ളവരുണ്ടെങ്കിൽ കയറിപ്പോട്ടെ. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ നമ്മുടെ സമയം പോകും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ 2, 5, 10 -26 ഇതിനകത്ത് ഒരു സംഖ്യ വിട്ടുപോയിട്ടുണ്ട്. എന്താണ് ആൻസർ കിട്ടിയത്? അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ആൻസർ ഒന്ന് വേഗം പറഞ്ഞേ. 17. ഞാൻ ചെയ്യാൻ പോകുന്നില്ല, കാരണം ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. അതിനകത്തുനിന്ന് വിട്ടുപോയ സംഖ്യ. അപ്പൊ ആ ഒരു പാറ്റേൺ നോക്കുക. തൊട്ടടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണോ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് വന്നതാണോ, ഡിവൈഡ് ചെയ്തിട്ട് വന്നതാണോ, തൊട്ടടുത്ത സംഖ്യ എങ്ങനെ കിട്ടിയേക്കുന്നതാണെന്ന് ഒന്നൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആ പാറ്റേൺ തന്നെ അടുത്ത നമ്പറുകളിലേക്കും നമുക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അതെന്ത് രീതിയിലാണ് നോക്കിയിട്ടാണ് നമ്മൾ അതിന് വിട്ടുപോയ മിസ്സിംഗ് നമ്പർ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ 2, 5, 10 എന്ന് പറഞ്ഞപ്പോ ഒരു സംഖ്യ അവിടെ വിട്ടിട്ട് 26 അടുത്ത നാലാമത്തെ സംഖ്യ തന്നേക്കണേ. 4ാമത്തെ സംഖ്യ വിട്ടിട്ട് 5ാമത്തെ സംഖ്യ തന്നേക്കണേ. അപ്പൊ നോക്കി എങ്ങനെയാ കൂട്ടി പോയേക്കണേ? 2ന്റെ കൂടെ 3, 5, 5, 7. ദാറ്റ് മീൻസ് പ്രൈം നമ്പറുകൾ കൂട്ടി പോയിരിക്കുകയാണ്. അപ്പൊ 3, 5, 7 കൂട്ടി പ്രൈം നമ്പർ അല്ല, എന്താ പറയാ, നമ്മുടെ കൂട്ടി പോയിരിക്കണം അല്ലെ. ഒറ്റ സംഖ്യകൾ കൂട്ടി പോയിരിക്കുന്നു. 2, 3 കൂട്ടി ഇപ്പൊ 5ആയി. 5ന്റെ കൂടെ 7 കൂട്ടി, സോറി 10ആയി. 10ന്റെ കൂടെ 7 കൂട്ടി. അടുത്ത ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 7ആണ്. 7ന്റെ കൂടെ അപ്പൊ അടുത്ത ഓഡ് നമ്പർ ഏതാ? ഒരു സംഖ്യ 9ആണ്. 16 വന്നിരിക്കുന്നു. ഓക്കെ, നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ 0.125 തുല്യമായ ശതമാനത്തിലേക്ക് ആക്കാൻ 0.125. ഇത് ദശാംശ രൂപമാണ്. ഇതിനെ ശതമാനത്തിലേക്ക് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. ശതമാനം 12.5%, 0.125%, 1.25%, 125%.
ശതമാനമാക്കാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യാ? 100 ചെയ്യാം. ഒരു 0 കൂടി ഉണ്ടല്ലോ അവിടെ. ഓക്കെ ഓക്കെ. 1ന് മുമ്പ് 0. ആ 1ന് മുമ്പ് ഒരു 0 ഉണ്ട്. ഓക്കെ, 0.0125 എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് പെർസെന്റേജിലേക്ക് ആക്കി കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. എന്താ ചെയ്യേണ്ടത് നമ്മൾ പെർസെന്റേജിലേക്ക് ആക്കാൻ? ഫ്രാക്ഷൻ ഭിന്നസംഖ്യയെയും ദശാംശ സംഖ്യയെയും ശതമാനത്തിലേക്ക് ആക്കാൻ, ഫ്രാക്ഷനും ഡെസിമൽ നമ്പറും ഇത് രണ്ടും ശതമാനം പെർസെന്റേജിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100. ചെയ്താൽ മതി. ഇൻറ്റു 100 ചെയ്താൽ മതി. ഇപ്പൊ ഫ്രാക്ഷൻ ആണ് 1/4. ഇതൊരു ഫ്രാക്ഷൻ ആണ്. ഇതിനെയും അതെ ശതമാനത്തിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ ഫ്രാക്ഷൻ ആയാലും ഡെസിമൽ നമ്പർ ആയാലും ശതമാനത്തിലേക്ക് ആക്കാൻ മറക്കണ്ട, 100 കൊണ്ട് ഗുണിക്കാം. 100 കൊണ്ട് ഗുണിക്കുമ്പോ ഇവിടെ കിടന്ന പോയിന്റ്, 100 കൊണ്ട് ഗുണിക്കുമ്പോ പോയിന്റ് 2 ഡിജിറ്റ് വലത്തോട്ടേക്ക് ചാടണം. 2 ഡിജിറ്റ്. 0യും 1ഉം കഴിഞ്ഞ് തൊട്ടപ്പുറത്താണ് വരണ്ടേ. അപ്പൊ നമ്മുടെ എവിടെ വരും? 1.25 is the answer. 1.25%. 1.25% മറക്കണ്ട. ഫ്രാക്ഷനെയും ദശാംശം അതായത് ഡെസിമലിനെയും ഇത് രണ്ടായാലും ശതമാനത്തിലേക്ക് ആക്കാൻ നമ്മളൊന്ന് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. നെക്സ്റ്റ് വൺ, ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ ആകാവുന്ന അളവുകൾ. 4 അളവുകൾ ഓപ്ഷൻ വേണം. അതുകൊണ്ട് അതിന് ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. 10, 6, 8 തന്നിട്ടുണ്ട്. 10, 8, 6 അതൊരെണ്ണം. പിന്നെ ഒന്ന് വായിക്കോ? 9, 6, 5 അല്ലെ? അടുത്ത വായിക്കോ? 5, 8, 9. 5, 8, 9. 12, 10, 8. 12, 10, 8. ഇതില് ഏതാണ് നമുക്ക് ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളാകാൻ സാധ്യതയുള്ള സംഖ്യകൾ? ആ ഒരു കൂട്ടം എങ്ങനെയാ നമ്മളത് ചെക്ക് ചെയ്യാം? മട്ടത്രികോണത്തിന്റേതാണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? മട്ടത്രികോണത്തിന്റെ വശങ്ങളായിട്ട് വരുമോ? ഇതിൽ ഏത് അളവുകളാണ് ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളായിട്ട് റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്, ചാൻസ് ഉള്ളത് ഏതാണ്? 4 ഓപ്ഷൻസ് കൊടുക്കുന്നത്. 10, 8, 6 ആണോ? 9, 6, 5 ആണോ? 5, 8, 9 ആണോ? 12, 10, 8 ആണോ? അപ്പൊ നമ്മൾ എങ്ങനെയാ 10, 8. 10, 8, 6 തന്നെ 3 വശങ്ങൾ. ചെറിയ സംഖ്യകളുടെ സ്ക്വയർ എടുത്തിട്ട് അത് ആഡ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് എടുക്കുമ്പോ യെസ്, അതിനൊരു സ്ക്വയർ ഇക്വേഷൻ is equal to base square plus altitude square എന്ന പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ് അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറയുമ്പോൾ 3 ഉള്ളതുകൊണ്ട് അത് എച്ച് എന്ന് പറയുന്നത് ഏറ്റവും വലിയ വശം. ദാറ്റ് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ്. മട്ടത്രികോണത്തിലെ ഏറ്റവും നീളം കൂടിയ വശം എന്ന് പറയുന്നത് അതിന്റെ കർണമാണ് എച്ച്. അതാണ് ഹൈപ്പോട്ടന്യൂസ്. മറ്റ് 2 ചെറിയ വശങ്ങൾ ഏത് വേണമെങ്കിലും ആവാം. പാദമായിക്കോട്ടെ, ലംബമായിക്കോട്ടെ, അതിന് നമ്മളിവിടെ നമുക്കിവിടെ ഡിഫറൻസ് ഇല്ല. അത് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും: കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നാണ്. ഇത് പാ സ്ക്വയർ പ്ലസ് ലാ സ്ക്വയർ എന്ന് പറയുമ്പോ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇത് ഒന്ന് നമ്മൾ ചെയ്തു നോക്കണം. ഇത് ഓരോന്നിലും ചെയ്തു നോക്കണം. എന്നാലാണ് നമുക്ക് ഇതിൽ നിന്ന് ഏതാണ് ഈ പറയുന്ന ആ ഒരു എന്താ പറയാ പൈതഗോറിയൻ ട്രിപ്ലറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതിനെ പ്രൂവ് ചെയ്യുന്നത് എന്ന് നോക്കുക. അതായിരിക്കും നമ്മൾക്ക് വേണ്ട ആവശ്യമുള്ള അളവുകൾ. ഇപ്പൊ നോക്കുക ഇവിടെ ഇപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ 10, 8, 6 ആണ്. അപ്പൊ ഏറ്റവും നീളം കൂടിയ വശം 10. 10 സ്ക്വയർ സമം 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ അല്ലെ? 10ന്റെ സ്ക്വയർ 6ന്റെ സ്ക്വയർ 8ന്റെ സ്ക്വയർ 36 64 കൂട്ടിയാൽ 100. ഓൾറെഡി ഇപ്പുറത്ത് 100 തന്നെയാണല്ലോ അല്ലെ? 10ന്റെ സ്ക്വയർ ആയ 100. ഇപ്പുറത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 100 ഉണ്ട്. അതുകൂടാതെ 36 64 കൂട്ടിയപ്പോഴും 100 നമുക്ക് കിട്ടി. അപ്പൊ 2 സൈഡും ഈക്വൽ ആയിപ്പോയി. ഈ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇങ്ങനെ ഒരു 3 സംഖ്യകൾ നമ്മൾ എടുത്തിട്ട് വശങ്ങളുടെ അളവുകൾ തരുമ്പോൾ ഏറ്റവും നീളം കൂടിയ വശം ദാറ്റ് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ്, നമ്മുടെ കർണം, അത് സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ 2 സ്ഥലത്തും ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഇക്വേഷൻസ് ഈക്വൽ ആകുന്നുവെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം അത് ഒരു ട്രയാങ്കിളിന്റെ ഏത് റൈറ്റ് ട്രയാങ്കിളിന്റെ മട്ടത്രികോണത്തിന്റെ ആണ് റൈറ്റ് ട്രയാങ്കിളിന്റെ വശങ്ങൾക്ക് തുല്യമാണ്. അപ്പൊ ബാക്കിയുള്ളത് ചെയ്തു നോക്കിയാൽ ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. അത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. കാരണം ഇപ്പൊ നമുക്ക് അതിന് വേണ്ടി കളയാൻ സമയമില്ല.
ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ തന്നെ കറക്റ്റ് ആണ്. 10, 6, 8 അല്ലെ? 10, 8, 6 എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് നമ്മൾ ഇനി ഇതിന്റെ ബാക്കി ചെയ്യുന്നില്ല. മനസ്സിലായോ പറഞ്ഞത്? ഇനി ബാക്കി ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. മറ്റേത് അപ്പൊ പിന്നെ വരുമോ ഇല്ലേ എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഈ ഒരു രീതിയിൽ അപ്പുറം ഇപ്പുറം ഈക്വൽ ആകണം. എന്നാൽ മാത്രമേ മട്ടത്രികോണത്തിന്റെ ആ ഒരു ട്രിപ്ലറ്റ്, അതാണ് വിളിക്കുക, പൈത്തഗോറസ് ട്രിപ്ലറ്റ് ആണ്, റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് പരിശോധിക്കാനുള്ള ആ ഒരു എന്താ പറയാ ഉപാധി ഓർത്തിരിക്കുക. അടുത്തത്, ഒരു സംഖ്യയുടെ 50% 60 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 50% 60 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? അതാണ് ചോദ്യം. 110, 170, 120, 300. 120. എല്ലാവർക്കും കിട്ടിയോ 120? ഒരു സംഖ്യയുടെ സംഖ്യ നമുക്കറിയില്ല. ആ സംഖ്യയുടെ 50% മീൻസ് റിട്ടേൺ ലൈക്ക് ഹിയർ. ഇതുപോലെയാണ് 50/100 x into 50/100. അതിന്റെ കൂടെ 60 കൂട്ടിയാൽ വിൽ ഗെറ്റ് ദ സെയിം നമ്പർ. അതേ സംഖ്യ തന്നെ കിട്ടും. അതായത് x ആണ് ഞാൻ ഇവിടെ എടുത്തത്, അതുകൊണ്ട് x തന്നെയാണ് അപ്പുറത്ത് ഈക്വൽ സൈൻ ഇട്ട് എഴുതിയത്. ഓക്കെ, 50 into x എന്ന് പറയുമ്പോ 50x അല്ലെ? 50x/100 പ്ലസ് 60. അപ്പൊ അത് എഴുതണം 50x/100 പ്ലസ് 60 സമം എക്സ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. 0 0 വേണമെങ്കിൽ വെട്ടിക്കളയാം. 50 എന്താ പറയാ, 50ന്റെ 0, 100ന്റെ ഒരു 0 വെട്ടിക്കളയാം. വീണ്ടും അതുപോലെ 10നെയും 5നെയും തമ്മിൽ വെട്ടാം. 10, 5 5ൽ ഒരു പ്രാവശ്യം, 10ൽ 2 പ്രാവശ്യം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു x/2 പ്ലസ് 60 സമം 0, സോറി സമം എക്സ്. നമുക്ക് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇപ്പുറത്ത് കിടക്കുന്ന എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പൊ പ്ലസ് 60 അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഈ x/2 എന്നുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോയാലും മതി. അങ്ങനെയും ചെയ്യാം. അപ്പൊ 60നെ അവിടെ തന്നെ നിർത്തിയതിനു ശേഷം എക്സിന്റെ അടുത്തേക്ക് പ്ലസ് x/2 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് മൈനസ് x/2 ആക്കാം. എന്നിട്ട് അടിയിൽ ഒരു 1 ഇട്ട് കൊടുത്ത് ഒന്നിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ LCM കണ്ടോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into x 2x അല്ലെ? മൈനസ് 1 into x/2. ഇനി ഈ 2നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. വേണമെങ്കിൽ കൊണ്ടുപോകണം, അല്ലെങ്കിലും 60 into 2 ആകും. ഇൻറ്റു ചെയ്യേണ്ടി വരും, കാരണം ഡിവിഷൻ ആണ് 2. ഡിവൈഡ് ചെയ്യേണ്ട 2 അപ്പുറത്തേക്ക് 60ന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ആകും. അപ്പൊ 120. അതുപോലെ 2x ഒരു x കുറച്ചാൽ ബാക്കി എന്താ ഉള്ളത്? x ഈക്വൽ ടു 120. 120. ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ. റൈറ്റ്, ശരിയല്ലേ? ശരിയാണ്. അപ്പോ എക്സ് വെച്ചിട്ട്, അതായത് സംഖ്യ ഏതാണെന്ന് നമുക്കറിയില്ല, സംഖ്യയുടെ ഇത്ര ശതമാനം, അതിന്റെ കൂടെ 60 കൂട്ടിയപ്പോ സെയിം നമ്പർ, ആ സംഖ്യ തന്നെ കിട്ടിയ. അപ്പൊ എക്സ് കൊടുത്തെങ്കിൽ ഇപ്പുറത്തുകൊണ്ട് y എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ കണക്ക് ശരിയാവില്ല. y 2 വേരിയബിൾസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് വേണം സോൾവ് ചെയ്യണമെങ്കിൽ. ഒറ്റ ഇക്വേഷൻ ഉണ്ടെങ്കിൽ എക്സ് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 2 എണ്ണം ഉപയോഗിച്ചാൽ 2 കാര്യങ്ങൾ അവിടെ മിസ്സിംഗ് ആണെങ്കിൽ 2 ഇക്വേഷൻസ് വെച്ചേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40% ആൺകുട്ടികളായാൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ്. ശതമാനം അല്ല ചോദിച്ചത്, എണ്ണമാണ് ചോദിച്ചത്. ഒരു ക്ലാസ്സില് 50 കുട്ടികളുണ്ട്, അതില് 40% ആൺകുട്ടികളായാൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? എത്ര കിട്ടി? 30 കറക്റ്റ് ആയിട്ട് കിട്ടി എല്ലാവർക്കും. 26, 29, 35, 30 എല്ലാവരും പറയുന്നത്. ശരിയാണോ? അതെ. ഒരു ക്ലാസ്സില് 50 കുട്ടിയാണുള്ളത്. 50 കുട്ടികളില് 40% ആൺകുട്ടികളാണ്. 40% ബോയ്സ് ആണ് അല്ലെ? 40% ബോയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗേൾസിന്റെ ശതമാനം എത്രയാ കുട്ടികളെ? 60%. ഗേൾസിന്റെ ശതമാനം 60%. ശതമാനത്തിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും 100 ശതമാനം നമ്മൾ എപ്പോഴും കണക്കാക്കുന്നത് 100 കാരണം നമ്മൾ പറയില്ലേ 100% ഉറപ്പ്, നമ്മൾ എപ്പോഴും പറയുന്നത് 100. പക്ഷെ ചിലർ കുറച്ചുകൂടി എക്സാജറേറ്റ് ചെയ്ത് 120, 110% എന്നൊക്കെ പറയുന്നത്. ആവറേജ് ഒരു എന്താ പറയാ, നമ്മുടെ പെർസെന്റേജിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 100ലാണ് നമ്മൾ പറയുന്നത്. അതിനേക്കാൾ ഇപ്പൊ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ചില 105%, 110% എന്നൊക്കെ പറയും. അപ്പൊ 100 അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് അതിന്റെ ശതമാനം 40 ആണെങ്കിൽ ഗേൾസിന്റെ ശതമാനം എന്ന് പറയുന്നത് കാണാൻ 100ൽ നിന്ന് ആ 40 കുറയ്ക്കുക.
ദാറ്റ് ഈസ് 60% ഗേൾസിന്റെ ശതമാനം. പക്ഷെ നമ്മളോട് ശതമാനം അല്ല ചോദിച്ചേക്കണേ കേട്ടോ, നമ്മളോട് ഗേൾസിന്റെ എണ്ണമാണ് ചോദിച്ചത്, നമ്പർ ആണ് ചോദിച്ചത്. നമ്പർ ഓഫ് ഗേൾസിന്റെ നമ്പർ കാണാനായിട്ട് 50ന്റെ 60% കണ്ടാൽ മതി. 50 ഇൻറ്റു 60%, 60/100 അല്ലെ. 2 പൂജ്യങ്ങൾ വെട്ടിക്കളയാം. മുകളില് 2 പൂജ്യം ഉണ്ട്, അടിയിൽ 100ന്റെ 2 പൂജ്യം ഉണ്ട്. വെട്ടിക്കളഞ്ഞാൽ ബാക്കിയുള്ളത് 6ഉം 5ഉം മാത്രമേ ഉള്ളൂ. 6ഉം 5ഉം ഗുണിച്ചാൽ 6 5 30, 6 5s are 30. അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സംശയമില്ല എല്ലാവർക്കും? ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോ. 1/8ന്റെ വർഗം. 1/8, 1/8ന്റെ വർഗം എത്രയാണ്? വർഗം 64. 1/64. 1/64 എന്നുണ്ട്, 1/√8 എന്നുണ്ട്, 1/16 എന്നുണ്ട്, 2/32 എന്നുണ്ട്. 1/64 ഉറപ്പിക്കാലോ. അതെ, 1/8ന്റെ സ്ക്വയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. വർഗം എന്ന് പറഞ്ഞ സ്ക്വയർ എന്നാണ് അർത്ഥം. വർഗം കാണാനായിട്ട് നമ്മൾ 1/8 ഹോൾ സ്ക്വയർ ഇടും. സ്ക്വയർ ഇടുമ്പോൾ നമുക്കറിയാം അതൊരു ഫ്രാക്ഷൻ ആണെങ്കിൽ ഫ്രാക്ഷന്റെ അംശം ന്യൂമറേറ്ററും അതുപോലെ തന്നെ ഡിനോമിനേറ്ററും സ്ക്വയർ ചെയ്യേണ്ടി വരും. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്, 8ന്റെ സ്ക്വയർ 64. സോ 1/64. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുറച്ച് വൈകിയാണല്ലോ കുറെ പേര് ചേർന്നേ. 18 പേരുണ്ടായിരുന്നുള്ളൂ, 10 പേര് ഇടയിൽ വെച്ച് വന്നു. 2, 4, 12, 48 എന്ന സീരീസിലെ അടുത്ത സംഖ്യ 2, 4, 12, 48. 2, 4, 12, 48. ഇതിന്റെ നെക്സ്റ്റ് നമ്പർ എന്താണെന്നാണ് ഡാഷ് കൊടുത്തേക്കണോർത്ത് എത്രയാണ് സംഖ്യ വരിക എന്നാണ് ചോദിച്ചത്. 200 ഉണ്ട്, 205 ഉണ്ട്, 240 ഉണ്ട്, 180 ഉണ്ട്. 240. ചെയ്ത് നോക്കുക എല്ലാവരും. $240 ഉറപ്പിക്കട്ടെ. രേവതി, റീഷ്ന കിട്ടിയോ നിങ്ങൾക്കൊക്കെ? കിട്ടിയില്ല ഷിജിൻ പാറ്റേൺ നോക്ക് ഷിജിൻ. ആദ്യത്തേത് 2 എന്നുള്ളത് 2 കൂട്ടിയാൽ നമുക്ക് 4 കിട്ടും. പക്ഷെ 4ന്റെ കൂടെ അപ്പൊ 2വുമായിട്ട് മാച്ച് ചെയ്ത് ഏത് സംഖ്യ കൂട്ടിയാലും നമുക്ക് ഇനി അടുത്ത 12ലേക്കാണ് എത്തണ്ടേ. അപ്പൊ 2ന്റെ സ്ക്വയറോ അല്ലെങ്കിൽ 2ഓ ഒന്നും അല്ല ആഡ് ചെയ്തേക്കണേ. 4ന്റെ കൂടെ 8 കൂട്ടിയാലേ 12ലേക്ക് എത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇത് ഇൻക്രീസ് ചെയ്തേക്കണ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് പെരുകാണ് ചെയ്തേക്കണേ, പെരുകാണ്, മൾട്ടിപ്ലൈഡ് ആണെന്ന് തോന്നുന്നു. 2 കൊണ്ട് തന്നെ ഗുണിച്ചു നോക്കാം. നമുക്ക് 2 കൊണ്ട് ഗുണിച്ചാൽ അവിടെ 4 ആകും. അപ്പൊ അടുത്തതോ 4നെ 3 കൊണ്ട് ഗുണിക്കണം. 3 കൊണ്ട് ഗുണിച്ചു 12 കിട്ടി. അടുത്തതോ 4 കൊണ്ട് 48. അപ്പൊ 5 ഓക്കെ, പാറ്റേൺ കറക്റ്റ് ആയല്ലോ. 2 കൊണ്ട് ഗുണിക്കുന്നു 4ലേക്ക് എത്താൻ, 4ന്ന് 3 കൊണ്ട് ഗുണിക്കുന്നു 12ലേക്ക് എത്താൻ, 12നെ 4 കൊണ്ട് ഗുണിക്കുന്നു 48 എത്താനെങ്കിൽ അടുത്തത് 5 കൊണ്ട് ഗുണിക്കുമ്പോ 240. കൊണ്ട് ഗുണിക്കുന്നു 240. 240 ആണ് ആൻസർ വരിക. അപ്പൊ കിട്ടിയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? പൂർണ്ണവർഗവും പൂർണ്ണ ക്യൂബുമായ 1നും 100നും ഇടയിലുള്ള ഒരു സംഖ്യ ഏത്? The number between 1 and 100 which can be the perfect square and perfect cube. സ്ക്വയറും ആകണം അതുപോലെ തന്നെ ക്യൂബും ആകണം. 1നും 100നും ഇടയിലുള്ള സംഖ്യ ആയിരിക്കണം. ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഏതാ? 64. 8ന്റെ സ്ക്വയർ ആണ് 64 അല്ലെ. അപ്പൊ സ്ക്വയർ ആയിട്ടുള്ള ഒരു സംഖ്യ കിട്ടി. 8ന്റെ സ്ക്വയർ 64. ഓക്കെ, ഇനി നോക്കിയേ, ഇതേ 64 തന്നെ കിട്ടുന്നത് ഏതിനാണ്? 4ന്റെ ക്യൂബാണ്. 4ന്റെ ക്യൂബ് 4 × 4 16, 16 × 4 64. കണ്ടോ? അപ്പൊ ഒരേ സമയം സ്ക്വയർ ആയും ക്യൂബായും വരുന്ന 100നും 1നും, അതായത് ബിറ്റ്വീൻ 100 അപ് ടു 100 എന്ന് പറയുന്ന സംഖ്യയില് സ്ക്വയർ ആയും അതുപോലെ ക്യൂബായും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയറും ക്യൂബും ആയിട്ട് വരാൻ സാധ്യതയുള്ള സംഖ്യ
64 മാത്രമാണ്. ഓക്കെ, അത് ഓർത്തിരിക്കണം കേട്ടോ. അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് വന്നേക്കണ ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നേക്കണേ. ഏതൊക്കെയോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. റൂട്ട് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ കയ്യില്, ചെയ്തുകൊണ്ടിരിക്കോ. റൂട്ട് 6 പ്ലസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 6 മൈനസ് റൂട്ട് 3. റൂട്ട് 6 മൈനസ് റൂട്ട് 3. പേജ് മറിച്ച് നോക്കണം, അതുകൊണ്ടാണ്. ഓക്കെ, എത്രയാ കിട്ടിയെന്നാണ് ഇതിന്റെ 18 റൂട്ട് 3 വെറും 3 9 3 കിട്ടിയോ എല്ലാവർക്കും? സ്വാതി, സ്മിത കിട്ടിയോ? ചില ആളുകളുടെ മാത്രം സൗണ്ട് കേൾക്കുള്ളൂ, ചിലവര് മാത്രമേ സംസാരിക്കാറുള്ളൂ. ക്വസ്റ്റ്യൻ കിട്ടാത്തോണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തോ ക്വസ്റ്റ്യൻ കിട്ടാത്തോണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ഷെയർ ചെയ്ത് ഇപ്പൊ പറയുന്നത് കിട്ടണില്ലേ? ഇപ്പൊ കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. ആ, ക്വസ്റ്റ്യന്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്താണ് അത് അങ്ങനെ പറഞ്ഞതെന്ന്? ആരാണോ ആദ്യം ആ ക്വസ്റ്റ്യൻസും അതുപോലെയുള്ള എന്താ പറയാ നമ്മളുടെ ഇങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ആരുടെ കയ്യിൽ ആദ്യം കിട്ടണേന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വെദർ അവർക്ക് കിട്ടിയോ കിട്ടിയില്ലേ എന്നൊന്ന് അറിയേണ്ട ആവശ്യമില്ല. ഇന്നത്തെ നാളത്തേക്കുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് അവിടെ ആ ഒരു നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് ആരെങ്കിലും കണ്ടോ കണ്ടില്ലെന്നൊന്ന് ശ്രദ്ധിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇട്ടേക്ക്. ആദ്യം കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ പിന്നെ അതൊരു പ്രശ്നമാവില്ലല്ലോ. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് അവർ എപ്പോഴും ഇതുപോലെയുള്ള എന്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും നേരത്തെ തരണം. ആക്സിഡന്റലി നമ്മൾ കയറുന്ന ദിവസങ്ങളിൽ മാത്രമേ, ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്റേതല്ലാത്ത ക്ലാസ്സുകള് വരുമ്പോ എനിക്ക് കയറേണ്ടി വരുമ്പോൾ മാത്രമാണ് ഞാൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നേരത്തെ തരാതെ ക്ലാസ്സിൽ കയറുന്നത്. അന്നേരം നമ്മൾ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ്, അതായത് പെട്ടെന്ന് മറ്റേ വരിയിലൊക്കെ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ചെയ്യിപ്പിക്കുക. കാരണം ചോദ്യം ഈ മാത്സിലൊക്കെ കുറെ വലിയ ചോദ്യമൊക്കെ വരുമ്പോ അതൊക്കെ പറഞ്ഞെന്ന് ആൻസർ ചെയ്ത് വരുമ്പോ വല്ല 5 ക്വസ്റ്റിനും 6 ക്വസ്റ്റിനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എന്റെ ക്വസ്റ്റ്യൻസ് നേരത്തെ വിട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ പിന്നെ അത് നിങ്ങൾക്ക് കിട്ടണ്ടേ? കിട്ടാതെ നമ്മള് ക്വസ്റ്റ്യൻ ഇല്ലാതെ എഴുതാതെ എങ്ങനെയാ പറ്റാം? അപ്പൊ ഇതെങ്ങനെ ചെയ്തേ? റൂട്ട് 6 പ്ലസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 6 മൈനസ് റൂട്ട് 3 ആണ്. ഇത് നമ്മളുടെ ഒരു a minus b that is equal to a square minus b square എന്ന് പറയുന്ന ഈ ഐഡന്റിറ്റി ഫോമിലാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. a plus b into a minus b is equal to a square minus b square. അപ്പൊ a square എന്ന് പറയുമ്പോൾ ഇവിടെ റൂട്ട് 6ന്റെ സ്ക്വയർ a മൈനസ് b എന്ന് പറയുമ്പോൾ റൂട്ട് 3. രണ്ടും ഒരേ വാല്യൂസ് ആണ്. ആ റൂട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന സംഖ്യകൾ രണ്ടും ഒരേ സംഖ്യകളാണ്, പ്ലസ് മൈനസ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടത് റൂട്ട് 6 a സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 6 സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 3 സ്ക്വയർ. ഓക്കെ, a സ്ക്വയർ മൈനസ് b സ്ക്വയർ. ഞാൻ പറഞ്ഞു റൂട്ടും സ്ക്വയറും ഒരേപോലെ വരുമ്പോ നിങ്ങൾ ആ സംഖ്യ മാത്രം കൊടുത്ത് എഴുതിയാൽ മതി. അപ്പൊ 6 മൈനസ് 3 ഒരു സംഖ്യക്ക് തന്നെ റൂട്ടും സ്ക്വയറും വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്തുണ്ടാവുള്ളൂ? ആ സംഖ്യ എടുത്ത് പുറത്തോട്ട് എഴുതിയാൽ മതി. സോ ആൻസർ 3 ആണ്. ഉത്തരം 3 ആണ് കിട്ടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ന് തിങ്കളാഴ്ചയാണ്. 100 ദിവസങ്ങൾ കഴിഞ്ഞുള്ള ദിവസം ഏത്? ടുഡേ ഈസ് മൺഡേ. ആഫ്റ്റർ 100 ഡേയ്സ് വാട്ട് ഡേ ഇറ്റ് വിൽ ബി എന്നാണ് ചോദ്യം. ഇന്ന് തിങ്കളാഴ്ച. ഏത് ദിവസം കിട്ടി? ബുധൻ. കിട്ടി എല്ലാവർക്കും? ബുധനാഴ്ച. ബുധൻ, വ്യാഴം, ചൊവ്വ, ഞായർ തന്നിട്ടുണ്ട്. വെനസ്ഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സൺഡേ. 100 ദിവസം കഴിയുമ്പോഴാണ്. അപ്പൊ ഇന്ന് മൺഡേ ആണെന്ന് തന്നിട്ടുണ്ട്. 100നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഒരു പ്രാവശ്യം പോവും. 10ല് 7, ബാക്കി ഒരു 3 വന്നു. ആ 0 അവിടെ ഇട്ട് കൊടുക്കുക, താഴേക്ക് ഇറക്കി ഇട്ട് കൊടുക്കുക. 0 30 ആയി. 30ല് കറക്റ്റ് ആയിട്ട് പോവില്ല. 4 times 28 കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഒരു 2 റിമൈൻഡർ വന്നിട്ടുണ്ട്. 2 അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന മൺഡേന്റെ ഒപ്പം ഒരു 2 ദിവസം കൂടി ഞങ്ങൾ കൂട്ടി എഴുതാം. മൺഡേ കഴിഞ്ഞാൽ ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ. അപ്പൊ എത്രയായി? വെനസ്ഡേ ആണ് നമ്മുടെ ദിവസം.
വെഡ്നെസ്ഡേ ആണ്. ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതൊരു നീണ്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ബോധ്മാസ് ഉപയോഗിച്ച് ചെയ്യേണ്ട കണക്കാണ്. 65 മൈനസ് 5 ഇൻറ്റു 7 പ്ലസ്, ക്വസ്റ്റ്യൻ ഇല്ലാത്തവരൊക്കെ വൃത്തിയായിട്ട് എഴുതിയെടുക്കാട്ടാ. 8 ഇൻറ്റു 4 മൈനസ് 2 മൈനസ് 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അത് സോൾവ് ചെയ്യാനാണ്. 65 മൈനസ് 5 ഇൻറ്റു 7 പ്ലസ് 8 ഇൻറ്റു 4 മൈനസ് 2 മൈനസ് 1. ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്നാ? 59. 59. 59 കറക്റ്റ് ആണോ നോക്കുക. ആർക്കെങ്കിലും വേറെ ഉത്തരം വന്നിട്ടുണ്ടോ നോക്ക്. 59 അല്ലാതെ ഇല്ലല്ലോ. കിട്ടാത്തവരുണ്ടോ? ഇനി 59 ഒരു ആൻസർ കിട്ടാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്നാണ് കേട്ടാ. മൗനം സമ്മതം. ക്ലിയർ ചെയ്യാണ്. ഞാൻ ചെയ്യണില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് 59 എല്ലാവർക്കും കിട്ടിയെങ്കിൽ പിന്നെ വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. വലിയ പ്രോബ്ലം വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിൽ ഇത്തിരി നീണ്ടത് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അവിടെ കേട്ടെ. 10 3/4 പ്ലസ് 2 3/5 മൈനസ് 5 1/10. 10 3/4 പ്ലസ് 2 3/5 മൈനസ് 5 1/10. സോൾവ് ചെയ്ത് ഉത്തരം പറയാം. 33/4. 33/4. തന്നിരിക്കുന്ന ആൻസേഴ്സ് വായിക്കിട്ടില്ല. മിക്സഡ് ഫ്രാക്ഷനിലാണ് ഉത്തരം തന്നേക്കണേ. മിശ്ര ഭിന്നത്തിൽ 1/4. 8 1/4 ഉണ്ട്, 4 1/8 ഉണ്ട്, 1 4/8 ഉണ്ട്, 8 1/20 ഉണ്ട്. എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയെങ്കിൽ പറയാ, അല്ലെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. കിട്ടിയില്ലെങ്കിൽ അത് വേണ്ടിയിട്ടാണ് ചോദിക്കണത്. അല്ലെങ്കിൽ അടുത്ത കണക്കിലേക്ക് പോകും. കിട്ടിയില്ല. അപ്പൊ ആദ്യം തന്നെ ഇതൊന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കാൻ പറ്റുമോ? മിശ്ര ഭിന്നമാണ് തന്നിരിക്കുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ. വിഷമ ഭിന്നം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആകണം. 10 ഇൻറ്റു 4 ഇവിടെ പ്ലസും ചെയ്യാം. 10 ഇൻറ്റു 4 40, 40 പ്ലസ് 3 43, 43/4 പ്ലസ്, അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാം. 2 ഇൻറ്റു 5 10, 10 3 13, 5 മൈനസ് 5 ഇൻറ്റു 10 പ്ലസ് 1 51/10. 51/10. ഇനി എന്ത് ചെയ്യാം? ഇന്ന് എല്ലാത്തിനെയും ഒരേപോലത്തെ ഡിനോമിനേറ്റർ ആക്കാനായിട്ട് പറ്റുന്നത് ഏത് സംഖ്യയിലേക്കാന്ന് നോക്കുക. എല്ലാത്തിനും എത്രയിലേക്ക് ആക്കാൻ പറ്റും? 20ലേക്ക്. 20ലേക്ക് ആക്കാനാണ് എളുപ്പം. അല്ലെങ്കിൽ 2 വെച്ചൊക്കെ ചെയ്യേണ്ടി വരും. അതിനൊക്കെ ഒറ്റയടിക്ക് എല്ലാത്തിനെയും പ്ലസ് മൈനസ് ഒക്കെ ഒരുമിച്ച് നമുക്ക് ചെയ്യാലോ. അപ്പൊ നമുക്ക് എല്ലാത്തിനും 20 ആക്കണമെങ്കിൽ ആദ്യത്തെ 4നെയാണ് നമുക്ക് 20 ആക്കണ്ടേ. അപ്പൊ അടിയിൽ മുകളിലും 5 കൊണ്ട് ഗുണിക്കാം. പിന്നത്തെ 5നെയാണ് നമുക്ക് 20 ആക്കണ്ടേ. അപ്പൊ അടിയിൽ മുകളിലും 4 കൊണ്ട് ഗുണിക്കാം. അടുത്ത 10നെയാണ് നമുക്ക് 20 ആക്കണ്ടേ. സോ അടിയിൽ മുകളിലും 2 കൊണ്ട് ഗുണിക്കാം. അപ്പൊ ഗുണിച്ചു കഴിയുമ്പോ കിട്ടുന്നത് ഇത്രയും ഭാഗം ഇത് ഗുണിച്ചു കഴിയുമ്പോ നമുക്ക് കിട്ടുന്നത് എന്താണോ താഴേക്ക് ചെയ്താൽ 43 ഇൻറ്റു 5. ഇനി അതെല്ലാം പ്ലസ് ചെയ്താൽ മതി, പ്ലസും മൈനസും. 43 ഇൻറ്റു 5 ഗുണിക്കാം, പ്ലസ് 13 ഇൻറ്റു 4 ഗുണിക്കാം, മൈനസ് 51 ഇൻറ്റു 2. എത്രക്ക് കിട്ടി? 43 ഇൻറ്റു 5 215 പ്ലസ് അടുത്തതോ 52 മൈനസ് 102. 120 ആണോ? 102. 102. ആരോ 102 എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാ ബൈ അടിയിലെ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാനാണല്ലോ ചെയ്തത്. ബൈ 20 ആണ്. അപ്പൊ 215ഉം 52ഉം കൂട്ടാം. ആ കിട്ടിയ ആൻസറിൽ നിന്ന് 102 കുറയ്ക്കാം.
അപ്പൊ എത്ര കിട്ടും? 215 52 കൂട്ടിക്കഴിഞ്ഞാൽ 1/4. 267 അല്ലേ? 267 മൈനസ് 102. അത് കഴിഞ്ഞിട്ട് 102 കുറയ്ക്കാം, എന്നിട്ട് 20 കൊണ്ട്. അപ്പൊ 165. 165/20. സോറി, 165/20. 165/20 എന്നുള്ളത് വേണമെങ്കിൽ ചെറുതാക്കി അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് 1/4. 8/1/4 ആണ് ആൻസർ വരിക. ഹരിച്ചു നോക്കാട്ടാ. 165/20 ആണ് കിട്ടിയത്. പക്ഷെ ഇതിങ്ങനെയല്ല നമ്മുടെ ആൻസറിൽ കിടക്കുന്നത്. മിക്സഡ് ഫ്രാക്ഷനിലാണ് ചോദ്യം വന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ മിക്സഡ് ഫ്രാക്ഷനിലാണ് കിടക്കണേ. 8/1/4 ഉണ്ട്, 4/1/8 ഉണ്ട്, 1/4/8 ഉണ്ട്, 8/1/20 ഉണ്ട്. ഇതിൽ ഏതാണെന്നാണ് ചൂസ് ചെയ്യേണ്ടത്? 8/1/4. അതെ, 8/1/4 ആണ് കറക്റ്റ് ആൻസർ കേട്ടാ. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ കിട്ടും. 8/1/4 ആണ് കറക്റ്റ് ആൻസർ. ചെയ്തു നോക്കാം. 165നെ 20 കൊണ്ട് 5ന്റെ ടേബിളിൽ അടിയിലും മുകളിലും വെട്ടി ചെറുതാക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ചാലും മതി. സോറി, ഡിവൈഡ് ചെയ്താലും മതി. ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് കേട്ടോ. അടുത്തത് മീന, അരുൺ, ഗോപു എന്നിവർ 6000 രൂപ വീതിച്ചെടുത്തത് അരുണിന് മീനയ്ക്ക് കിട്ടിയതിന്റെ 1/2 ഭാഗവും ഗോപുവിന് അരുണിന് കിട്ടിയതിന്റെ 3/4 ഭാഗവുമാണ് കിട്ടിയതെങ്കിൽ അരുണിന്റെ ഭാഗം എത്ര? മീന, Arun and Gopu divides a sum of ₹6,000 in such a way that Arun's share is 1/2 of Meenu and Gopu's share as 3/4 of Arun's share. Then what is Arun's share? Arun's share ആണ് കണ്ടുപിടിക്കേണ്ടത്. 1600. 1600. ഓക്കെ, അത് അരുണിന്റെ ഷെയർ ആണല്ലോ ചോദിച്ചത്. അതെ, 1600 കിട്ടിയാ നോക്കിയേ. കുറച്ച് ടിസ്റ്റിംഗ് രീതിയിൽ ചോദ്യം തന്നേക്കുന്നുള്ളൂ. നിങ്ങളതൊന്ന് നോക്കി ചെയ്യേ. മീനുവിന്റെ ഷെയർ നമുക്ക് അറിയില്ല. ആരെയാണ് അറിയാത്ത? കംപ്ലീറ്റ്ലി അറിയാത്തത് ആരെയാ? മീനയുടെ ഷെയർ നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അത് എക്സ് കൊടുക്കാം. എന്ത് പറഞ്ഞു? എക്സ്. അരുണിന്റെ ഷെയറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, x/2. അതായത് മീനുവിന്റെ ഷെയർ എത്രയാണോ അതിന്റെ പകുതി. 1/2 എന്ന് പറഞ്ഞ പകുതി എന്നല്ലേ? അപ്പൊ മീനുവിന്റെ ഷെയർ നമ്മൾ എക്സ് എടുത്തു. അപ്പൊ അരുണിന്റെ ഷെയർ എന്ന് പറഞ്ഞ് അതിന്റെ പകുതി. ദാറ്റ് മീൻസ് x/2. ഇനി എന്താ? അതിന്റെ 3/4. അതിന്റെ 3/4. ഏതിന്റെ? ഈ x/2ന്റെ 3/4. x/2ന്റെ 3/4. ഇന്റെ മീൻസ് ഇൻറ്റു തന്നെയാണ് കേട്ടോ. അപ്പൊ 3/4 എന്ന് പറയുമ്പോ എന്ത് വരും? 3x/8 അല്ലെ? ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ആളുടെ ഷെയർ. ഓക്കെ, 3x/8 ആണ്. എന്നാൽ ഈ 3x/8ഉം നേരത്തെ പറഞ്ഞ എക്സും x/2ഉം എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇവരാകെ കൂടി ഷെയർ ചെയ്തെടുത്ത തുകയുടെ അളവ് എത്രയാണ്? 6000 ആണ്. ഇതെല്ലാം കൂടി ചേർന്ന് 6000 രൂപയാണ്. അപ്പൊ ഇതേപോലെ തന്നെ നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ കണക്ക് ചെയ്ത പോലെ തന്നെ ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആക്കണം. 2 ഉണ്ട്, 8 ഉണ്ട്, ഏറ്റവും അറ്റത്തിന്റെ 1 ആണ്. അടിയിൽ ഒരു 1 കണ്ടല്ലോ, അടിയിൽ ഒരു 1 ആണ്. അപ്പൊ ഈ 1 ഇട്ട് കൊടുത്ത് എല്ലാത്തിനെയും കോമൺ ഡിനോമിനേറ്ററിലേക്ക്, ഏത് ഡിനോമിനേറ്ററിലേക്ക് ആക്കാം? 8ലേക്കല്ലേ ആക്കാം? 8ലേക്കല്ലേ ആക്കാൻ പറ്റിയ? അപ്പൊ 4 കൊണ്ട് നമ്മളുടെ രണ്ടാമത്തെ x/2ന്റെ അടിയിൽ മുകളിലും 4 കൊണ്ട് ഗുണിക്കാം. ഏറ്റവും ആദ്യത്തേന് 8 കൊണ്ട് തന്നെ ഗുണിക്കേണ്ടി വരും, കാരണം അവിടെ ഒന്നുമില്ല, 1 മാത്രമേ ഉള്ളൂ. അപ്പൊ 8. അപ്പൊ 8 × x പ്ലസ് 4 × x പ്ലസ് 3x ഇതെല്ലാം കൂടി ചേർത്ത് ബൈ 8 എടുത്ത് സമം 6000 കൊടുക്കണം. അപ്പൊ 8 × x 8x പ്ലസ് 4x പ്ലസ് 3x അല്ലേ? ബൈ കോമൺ ഡിനോമിനേറ്ററിലേക്ക് നമ്മൾ 8ലേക്ക് കൊടുത്തിട്ടുണ്ട് 6000. ഈ 6000ത്തിന്റെ അടുത്തേക്ക് 8നെ കൊണ്ടുപോകാം. ഇതെല്ലാം കൂടി കൂട്ടാം. 8 × 4 12, 12 × 3 15x അല്ലെ? 15x ഈക്വൽ ടു 6000ത്തിന് 8 കൊണ്ട് 6 48 48000 അല്ലെ? ഗുണിക്കുമ്പോ x ഗുണിക്കാൻ എന്ത് ചെയ്യണം? 48000നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എക്സിന്റെ വില കിട്ടും. ഈ എക്സ് എന്ന് പറയുന്നതല്ല നമ്മുടെ ഉത്തരം. എക്സ് എത്രയാണോ കിട്ടുന്നത് അതല്ല നമ്മുടെ ആൻസർ. ബിക്കോസ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് മീനയുടെ ഷെയർ ആണ്.
മീനയ്ക്കാണ് മൊത്തം ഉണ്ടായിരുന്ന ഷെയർ. അതിൽ നിന്നാണ് ഭാഗിച്ച് നമ്മുടെ അരുണും ഗോകുലൊക്കെ കൊടുത്തേക്കണേ. നമ്മളോട് ചോദിച്ചത് അരുണിന്റെ ഷെയറാണ്. അപ്പൊ അരുണിന്റെ ഷെയർ നമുക്ക് എടുക്കേണ്ടത് അതിന്റെ പകുതിയാണ്. മീനയുടെ ഷെയർ എത്രയാണോ കിട്ടുന്നത് അതിന്റെ പകുതി ആയിരിക്കും അരുണിന്റെ ഷെയർ. അപ്പൊ മീനയുടെ ഷെയർ ഒന്ന് വേഗം കണ്ടുപിടിച്ചേ. കിട്ടാത്തവർ വേഗം ചെയ്യേ. 3200. മീനയുടെ ഷെയർ ആണ് 3200. അതിന്റെ പകുതിയുള്ളൂ അരുണിന്റെ ഷെയർ. അപ്പൊ 3200ന്റെ പകുതിയാണ് 1600. 1600. കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാ. കിട്ടി എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ. കിട്ടിന്നാണോ അല്ലെന്നാണോ? കിട്ടി. കിട്ടി. അപ്പൊ നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം. അടുത്തത്, ഒരു യന്ത്രത്തിന്റെ വില വർഷം തോറും 10% വീതം വർദ്ധിക്കുന്നു. ഇപ്പോൾ അതിന്റെ വില 12,000 രൂപയാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ യന്ത്രത്തിന്റെ വില എന്തായിരിക്കും? The cost of a machine is estimated to be increasing 10% every year. If it is rupees 12,000 now, what will be the estimated value after 3 years? അതാണ് ചോദ്യം. ഇത് നമ്മൾ എവിടെയോ എന്തൊക്കെയോ കേട്ട് പരിചയമുള്ള ഒരു കണക്ക് പോലെ തോന്നുന്നില്ലേ? വർഷം തോറും ഏതാ പലിശ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വെച്ച് നമ്മൾ കണക്ക് ചെയ്യാറുണ്ട് അല്ലെ? കൂട്ടുപലിശ. പലിശയിന്മേൽ പലിശയാണ് നമ്മള് കൂട്ടുപലിശ എന്ന് വിളിക്കാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കാം. അപ്പൊ അതാണ് കണ്ടുപിടിക്കേണ്ടത്. കൂട്ടുപലിശ കാണാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഒക്കെ അറിയാമേ. ഇൻറ്റു അല്ലെ? അത് വെച്ച് ചെയ്യാം. പി എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, കൂട്ടുപലിശയ്ക്ക് കാണാൻ വരുമ്പോ മുതൽ, പി എന്ന് പറയുന്നത് മുതല്, ആർ എന്ന് പറയുമ്പോ പലിശ നിരക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇയേഴ്സ്, വർഷങ്ങളുടെ എണ്ണം. പക്ഷേ ആ രീതിയിൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അതല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ? ഇതിനെ മറ്റൊരു രീതിയിലും കണ്ടുപിടിക്കാം. കുറച്ചുകൂടി എളുപ്പത്തിലുള്ള രീതിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്, അത്രേ ഉള്ളൂ. അതായത് നമ്മള് ഓരോ വർഷത്തിന്റെ അടിസ്ഥാനത്തില് നമുക്ക് തന്നിരിക്കുന്ന ഒരു എന്താ പറയാ പാറ്റേൺ ഒന്ന് നമ്മൾ നോക്കാം. ഇവിടെ 3 വർഷം ഉണ്ടാ പറഞ്ഞേക്കണം, 3 വർഷം. അപ്പൊ നമ്മള് ആദ്യം ഒരു ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ഇയറിന്റെ കാണാൻ വേണ്ടി, ഒന്നാമത്തെ ഇയർ ആണ് കേട്ടോ, ഫസ്റ്റ് ഇയർ ആണ് എങ്കിൽ നമ്മൾ ഏറ്റവും മുകളിൽ ഒരു പിരമിഡ് പോലെ ഒരു നമ്പർ വെച്ചൊരു പിരമിഡ് പോലെ ഇങ്ങനെ ഉണ്ടാക്കും. ഇപ്പൊ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ 2 1. അടുത്ത സെക്കൻഡ് ഇയർ ആകുമ്പോ ഈ 1 എന്തായാലും അറ്റത്തറ്റത്ത് വരണം. ഈ 2 ഒന്നുകൾ കൂടി കൂട്ടിയിട്ട് ഇത് ഇവിടെ 2 ചെയ്തു നമ്മള്. അപ്പൊ 1 2 1 കണ്ടോ? ഇത് 2 വർഷമാണെങ്കിലാണ് ഇങ്ങനെ. 2 വർഷമാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഇയേഴ്സ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു പാറ്റേൺ എടുക്കുക. അടുത്തതിൽ വരുമ്പോഴും നമ്മൾ അറ്റത്തറ്റത്ത് 1 1 ഇടും. പിന്നെ അടുത്തടുത്ത സംഖ്യ തമ്മിൽ കൂട്ടും. 2 1 കൂട്ടിയാ നടുക്ക് 3. ഇവിടെയും നടുക്ക് 3. ഓക്കെ. അപ്പൊ 1 3 3 1 വരും. അടുത്ത പാറ്റേൺ അപ്പൊ എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞേ? അടുത്ത പാറ്റേൺ 4ാമത്തെ വർഷം. ഇപ്പൊ ഞാൻ 3ാമത്തെ 1 4 5 5 5 6 4 6 1 4 6 4 1 1 4 6 4 1. ഈ 1 അറ്റത്ത് ഇങ്ങനെ വേണം, മനസ്സിലായ? 2 അറ്റത്ത് 1 ആണ്, തുടക്കത്തിലെ 1 ആണ്. പിന്നത്തെ 2ാമത്തെ ഇയറിൽ വന്നപ്പോ നമ്മൾ എന്ത് ചെയ്ത് ആ 1 1 അറ്റത്ത് ഇട്ടു. അതായത് ആ 2 1 മുകളിൽ എഴുതിയ 2 1 കൂടി കൂട്ടി 2 ആക്കി ഒരു പിരമിഡ്. ഇങ്ങനെ പിരമിഡ് കണ്ടിട്ടുണ്ടല്ലോ, പിരമിഡിന്റെ ഷേപ്പ് നമ്മൾ ഫേസ് ചെയ്ത് നോക്കുന്ന സ്ഥലത്ത് ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. പിരമിഡ് ഒരു 3D ആണെന്ന് മാത്രം. ഓക്കെ. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എഴുതും. ഇപ്പൊ 3 ഇയറിന്റെ ആകുമ്പോൾ ഈ ഒരു പാറ്റേൺ, 4 ഇയറിന്റെ ആകുമ്പോൾ ഞാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 1 4 6 4 1. അടുത്ത വരുമ്പോ വീണ്ടും അതിന്റെ ഇടയിലുള്ള സംഖ്യകൾ കൂട്ടി അടുത്തടുത്തത് കൂട്ടി അടുത്ത പിരമിഡ് ഇങ്ങനെ വലുതായി പോകും. മാക്സിമം ഒരു 4 വരെ, അതിൽ കൂടുതലൊന്നും നമ്മളോട് ചോദിക്കാറില്ല. അപ്പൊ 4 വർഷം കഴിയുമ്പോഴാണ് കാണേണ്ടത്, അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോഴാണ് ഏതാണോ കാണേണ്ടത് അത് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഈ ഒരു പാറ്റേൺ അങ്ങോട്ട് പുറത്തെടുക്കും. ഇപ്പൊ 1 വർഷത്തെ അല്ല നമ്മളോട് ചോദിച്ചേ, 2 വർഷത്തെയും അല്ല നമ്മളോട് ചോദിച്ചേ. ഏതാ നമ്മളോട് ചോദിച്ചേക്കണത്? നമ്മളോട് ചോദിച്ചത് ഏതാ? നമുക്ക് എടുക്കേണ്ടത് ഈ ഒരു പാറ്റേൺ ആണ്, ഈ ലാസ്റ്റ് എഴുതിയ പാറ്റേൺ. ദാറ്റ് മീൻസ് 1 3 3 1 ഈ ഒരു പാറ്റേൺ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇത് നമ്മൾക്ക് ആ തന്നേക്കണം. എത്ര രൂപയാണ് യന്ത്രത്തിന്റെ വില, മെഷീന്റെ വില തന്നേക്കുന്നത്? 12,000. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ആ 1ന്റെ അടിയിൽ കൊണ്ടുപോയി 12,000 എഴുതുന്നു. ഓക്കെ. അടുത്ത 3ന്റെ അടിയിൽ, അതിനാണ് നമ്മൾ ആ തരം തിരിച്ചു വെച്ചേക്കണം കേട്ടോ. അടുത്തത് 3ന്റെ അടിയിൽ നമ്മളോട് എത്ര ശതമാനമാണ് പലിശ നിരക്ക് പറഞ്ഞേക്കണേ?
അല്ല വില കുറയുന്നു എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? 10%. ഇൻറ്റു 10/100 ഇവിടെ ചെയ്യും. ഓക്കെ, 12,000ന്റെ 10/100 നമ്മൾ ചെയ്യും. അപ്പൊ നമുക്ക് എത്രയും കണ്ട് കിട്ടും? 12,000ന്റെ 10/100 എത്രയാ? 2 0 അടിയിലത്തെ ഇവിടുത്തെ 10ന്റെ ഈ 12,000ന്റെ 1,200 കിട്ടും. ആണല്ലോ, 1,200 ഉറപ്പിച്ചില്ലേ? അടുത്ത സ്റ്റെപ്പില് വീണ്ടും ഒരു 3 കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് എത്രയെന്ന് പറയും? 12,000ന്റെ അല്ല, ഈ കിട്ടിയ 1,200ന്റെ 10% കാണണം. ഓക്കെ, 1,200ന്റെ 10% കാണുന്നു. അപ്പൊ നമുക്ക് വീണ്ടും 2 0, ഇവിടുത്തെ ഒരു 0, ഇവിടെ ഒരു 0 വെട്ടിക്കളഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 120. തീർന്നില്ല, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഒന്നില്ല, 1. ആ 1ന്റെ അവിടെ ഇനി കാണുമ്പോ നിങ്ങൾ എത്രയുടെ കാണണം? അപ്പൊ അങ്ങനെയാണെങ്കിൽ 120ന്റെ 10% കാണണം. 120ന്റെ 10% എത്ര വരാ? വീണ്ടും 2 0 വെട്ടിക്കളഞ്ഞാൽ ഓരോ 0 കുറഞ്ഞു വരും. ആ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ 10ന്റെ ഒക്കെ ആവുമ്പോ വലിയ പ്രശ്നമില്ല. ഓരോ 0 കുറച്ച് അങ്ങോട്ട് എടുത്താൽ മതി. അപ്പൊ 12,000 ആദ്യത്തെ കുളത്തില്, അടുത്ത കുളത്തിൽ വന്നപ്പോ ഒരു 0 കുറഞ്ഞു. ബിക്കോസ് അത് 10% ആയതുകൊണ്ട് 10 ആണെങ്കിൽ കുഴപ്പമില്ല. അടുത്തതിൽ വീണ്ടും ഒരു 0 കുറഞ്ഞു, 120 പിന്നത്തേൽ ഒരു 0 കൊണ്ട് കുറഞ്ഞു, 12 ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് 3 വർഷം കഴിയുമ്പോ ഇതിന്റെ വില എത്രയായിരിക്കും എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണമായിരിക്കും? ഇതെല്ലാം കൂടി അങ്ങനെ 12,000 പ്ലസ് രണ്ടാമത്തേല് കിട്ടിയ 1,200 പ്ലസ് പിന്നത്തേല് കിട്ടിയ 120 പിന്നത്തേല് കിട്ടിയ 12 ഇതെല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് എടുത്താൽ 3 വർഷം കഴിയുമ്പോ ആ യന്ത്രത്തിന്റെ വില എത്രയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എത്ര കിട്ടും പറഞ്ഞേ? 13,332. മതി. 13,332. സോറി, ഒരു മിനിറ്റ്. കൂട്ടുന്നതിന് മുമ്പ് സോറി കേട്ടോ, കൂട്ടുന്നതിന് ഗുണിക്കണം. കൂട്ടുന്നതിന് മുമ്പേ ഈ കിട്ടിയ ആൻസേഴ്സ് ഇല്ലേ, ഈ ആൻസേഴ്സ് അത് അതിന്റെ മുകളിലുള്ള സംഖ്യ കൊണ്ട് അതിനാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി ചേർക്കും വിട്ടേ. ഓക്കെ, നമുക്ക് കിട്ടുന്ന 1,200 ഇട്ടില്ലേ? 1,200 നമ്മൾ ആ മുകളില് നമ്മൾ എഴുതി വെച്ച പാറ്റേണിലെ സംഖ്യ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടാ, വിട്ടുപോകല്ലേ. 3,600 12 1,200 ഇൻറ്റു 3, അതുപോലെ തന്നെ 120 ഇൻറ്റു 3 അത് 360 കേട്ടാ, 360. അറ്റത്ത് 1 ആവുമ്പോ പിന്നെ കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, 1 കൊണ്ട് കുളിച്ചാലും അത് തന്നെ ആൻസർ കിട്ടുള്ളൂ. പക്ഷെ സംഖ്യകൾ മാറി വരുമ്പോ അവിടെ 3 വന്നിട്ടുണ്ട് 2 എണ്ണം, അത് വരുമ്പോ നമ്മൾ അടിയിലുള്ള കിട്ടിയ ആൻസേഴ്സ് 10% വെച്ച് കണ്ടുപിടിച്ച ഉത്തരങ്ങളെ നമ്മൾ മുകളിൽ കിടക്കുന്നത്, അതിനാണ് നമ്മൾ ആ മുകളിലെ പാറ്റേൺ എഴുതി വെച്ചത്. വിട്ടുപോകുന്നതിന് പെട്ടെന്ന് ഓർത്തത് നന്നായി. അപ്പൊ 3,600 360 12 12,000 ഒക്കെയാണ് കൂട്ടേണ്ടത്. എത്ര കിട്ടിയ ആൻസർ? 15,972. 15,972 ആൻസർ. അതാണ് കേട്ടോ. മറ്റേ ഇക്വേഷൻ വെച്ച് ചെയ്താലും ഇത് ആൻസർ തന്നെ കിട്ടുള്ളൂ. മറ്റൊന്നും ചെയ്തെങ്കിൽ ഇപ്പൊ തെറ്റിപ്പോയല്ലേ. ആ 3 മറക്കരുത്. മുകളിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പാറ്റേൺ അങ്ങനെ എഴുതി വെക്കണേ. അല്ലെങ്കിൽ പിന്നെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. 1 കൊണ്ട് 12,000 ഗുണിച്ചാലും 12,000 തന്നെ കിട്ടുള്ളൂ. അതേസമയം അടുത്ത 2 കോളത്തിൽ 3 3 കിടക്കുന്നത് കൊണ്ട് 1,200നെ 3 കൊണ്ട് ഗുണിക്കണം, 120നെ 3 കൊണ്ട് ഗുണിക്കണം, 12നെ 1 ഗുണിച്ചാലും അത് തന്നെ കിട്ടുള്ളൂ. അപ്പൊ അതെല്ലാം കൂടി എന്നിട്ട് കിട്ടിയ ആൻസേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യണം. മുകളില് കിടക്കുന്ന സംഖ്യ ഗുണിക്കാൻ മറക്കരുത്. ഓക്കെ, 15,972 കറക്റ്റ് ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇനി? ഓക്കെ, കറക്റ്റ് ആയി. 2 രീതിയിലും കിട്ടുമല്ലോ അല്ലെ? മറ്റേ രീതിയിൽ നിങ്ങളൊന്ന് വേണമെങ്കിൽ ചെയ്തു നോക്കുക. അതിപ്പോ എല്ലാവർക്കും അറിയാവുന്നതാണ്. P × 1 + R/100 ഹോൾ റൈസ് ടു n എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നതാ. ഇത് ഈ ഒരു പാറ്റേണിൽ നിങ്ങളൊന്ന് വേറെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഒരു ആൺകുട്ടി തെക്കോട്ട് 4 കിലോമീറ്റർ നടക്കുന്നു, പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നതിന് ശേഷം അവൻ ഇടത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടന്നു. അവൻ വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 3 കിലോമീറ്റർ നടന്നു. അവൻ ഒരു പോയിന്റിൽ നിന്നും ആരംഭിച്ച പോയിന്റിൽ നിന്നും എത്ര അകലെയാണ്? A boy walked 4 kilometers south, then he turns right and walks 5 kilometers and then turns left and walks 2 kilometers. He again turns right and walks 5 kilometers. What distance is he now from the starting point? He walks 3 ആണോ 5 ആണോ നിങ്ങൾ എഴുതിയേക്കണേ? He again turns right and walks 3 ആണോ 5 ആണോ എഴുതിയേക്കണേ? 3. ഓക്കെ, 3 ആണോ കേട്ടോ, അത് 5 അല്ല. അപ്പൊ എത്ര കിട്ടിയ ആൻസർ? 10.
5 ആണോ 10 10 ആണോ 14 ആണോ 12 ആണോ 10 10 10 എല്ലാവർക്കും 10 കിട്ടിയോ നോക്ക്. പാറ്റേൺ ഒന്ന് വരച്ചു നോക്കണം, വരയ്ക്കാണ്ട് വെറുതെ ചെയ്യാൻ പറ്റില്ല. മിസ് ഒന്ന് പറയാവോ? പറയാം. കിട്ടിയില്ല? അതായത് ഒരാൾ ആദ്യം എവിടുന്നാ തുടങ്ങിയേ? walked 4 kilometer south. 4 kilometer south, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഒക്കെ അറിയാമോ? ഇങ്ങനെ നമ്മൾ വരച്ച് പഠിച്ചിട്ടില്ലേ? എവിടെയാ സൗത്ത് വരിക? താഴെ സൗത്ത് ആണ്. അപ്പൊ താഴെയുടെ ഓപ്പോസിറ്റ് മുകളിൽ എന്താ? നോർത്ത്. ഈസ്റ്റ് എവിടെയാ? ഇത് ഈസ്റ്റ്. ഇതോ? ശരിയാണോ വരച്ചേക്കുന്നത് ഞാൻ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. നിങ്ങൾ കിടക്കുന്ന സ്ക്രീനിൽ നോക്കാം. അപ്പൊ ഈ രീതിയിലാണെന്ന് ഓർക്കണം. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ആദ്യം അയാൾ എങ്ങോട്ടേക്ക് നടന്നേക്കണേ? സൗത്തിലേക്ക്. കിലോമീറ്റർ നടന്നു താഴോട്ട്, 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ താഴോട്ട്. അപ്പൊ ഇവിടെയാണ് അയാളുടെ മുകളിലത്തെ പോയിന്റിലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കുക. താഴേക്ക് 4 കിലോമീറ്റർ പുള്ളിക്കാരൻ നടന്നു. അതിനുശേഷം he turns right and walks 5 kilometer. റൈറ്റിലേക്കാണ് തിരിഞ്ഞത്. ഇങ്ങനെ നടന്നിട്ട് റൈറ്റിലേക്ക് എന്ന് പറയുമ്പോ എങ്ങോട്ടാ പോണ്ടേ? ഏത് വശത്ത് പോകണം? ഈസ്റ്റിലേക്ക് പോകണം, വെസ്റ്റിലേക്ക്. വെരി ഗുഡ്. വെസ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് എത്ര നടന്നത്? he turns right and walks 5 kilometer. അതെ, 5 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു. പിന്നെന്താ ചെയ്താൽ? 2 കിലോമീറ്റർ ഇടത്തോട്ട് നടന്നു. 2 കിലോമീറ്റർ ഇടത്തോട്ട്. 2 കിലോമീറ്റർ ഇടത്തോട്ട് എങ്ങോട്ടപ്പോ? ഇങ്ങോട്ടേക്ക് അല്ലേ? 2 കിലോമീറ്റർ ഇടത്തോട്ട് നടന്നു. പിന്നെ വീണ്ടും വലത്തോട്ട് 3 കിലോമീറ്റർ. പിന്നെയും വലത്തോട്ട് തന്നെ ഇരുന്നു. ഒരു സ്റ്റെപ്പ് മോഡലാണ് പുള്ളി പോയേക്കണേ. എത്രയാ? 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ആരംഭിച്ച സ്ഥലത്ത് നിന്ന് പുള്ളിക്കാരൻ എത്ര ഡിസ്റ്റൻസിലാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആരംഭിച്ച സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ഇത്രയും വരച്ചാൽ മതി. എന്നിട്ട് ഇത് കണ്ടുപിടിക്കാം. നിങ്ങൾക്കിത് ഇങ്ങനെ ഒന്ന് യോജിപ്പിക്കാലോ അല്ലേ? മട്ടത്രികോണൊക്കെ മട്ടത്രികോണം ഒരു റൈറ്റ് ട്രയാങ്കിൾ ഒക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഈ സൈഡ് കണ്ടുപിടിച്ചാൽ മതി. അത് ഏത് സൈഡായിട്ട് വരും? ഹൈപ്പോട്ടന്യൂസ് അല്ലെ? കർണം. ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും. എന്താ ഹൈപ്പോട്ടന്യൂസ് കാണാൻ ഇക്വേഷൻ? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പൊ എത്രയാ ബേസ് എത്ര വരും? അപ്പൊ അങ്ങനെയാണെങ്കിൽ 5ഉം ആ പ്ലസ് 3ഉം ഉണ്ട്. ഇങ്ങോട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് മട്ടത്രികോണം പോലെ ആക്കിയിട്ട് അല്ലേ? അതായത് റൈറ്റ് ട്രയാങ്കിൾ പോലെ ആക്കിയത് ഈ 3ഉം അതിന്റെ കൂടെ ഈ മോളിൽ കിടക്കുന്ന ഒരു 5. ആ മോളിലത്തെ 5 താഴേക്ക് കൂടി വരും. 5 3 8. അതുപോലെ ആൾട്ടിറ്റ്യൂഡ് എന്ത് വരും? 4 ഇവിടെ വരും. കൂട്ടി അപ്പൊ എത്രയായി? അപ്പൊ എങ്ങനെയാണ്? 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. 8ന്റെ സ്ക്വയർ 64 പ്ലസ് 36. 34 അല്ല 36 64 കൂട്ടിക്കഴിഞ്ഞാൽ 100ന്റെ റൂട്ട് 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അയാൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്നും ഇപ്പൊ അടുത്ത് എത്തിയിരിക്കുന്ന പോയിന്റിലേക്ക്. അപ്പൊ ഇതാണ്. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന രീതിയിൽ നമ്മൾ ആ പാറ്റേൺ പോലെ ഡയറക്ഷൻസ് നോക്കി വലത്തോട്ടോ ഇടത്തോട്ടോ എങ്ങോട്ടോ അല്ല പടം വരയ്ക്കുന്നതിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ കണക്ക് അല്ലെ? ഇടത്തോട്ട് പോകാൻ എന്ന് പറയുമ്പോ ഇടത്തോട്ടേക്ക് തിരിഞ്ഞില്ലെങ്കിൽ വലത്തോട്ടേക്കാ തിരിഞ്ഞെങ്കിൽ ആകെ പ്രശ്നമാവും. അപ്പോ പോകേണ്ട ദിശയും അതുപോലെ പോകുന്ന ദിശയും അതുപോലെ തന്നെ അത് എങ്ങോട്ടേക്കാ വരയ്ക്കേണ്ടത് നമ്മൾ അറിയണം. അതിനാണ് ആ പാറ്റേൺ ഓർത്തിരിക്കണമെന്ന് ആദ്യം പറഞ്ഞു. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് കേട്ടോ. നമ്മൾ വരയ്ക്കുന്ന പ്ലസ് ചിഹ്നത്തില് മുകളില് എന്താണ് നോർത്ത്, താഴെ എസ്, സൗത്ത്. അതിന്റെ വലതുവശത്ത് നമ്മളുടെ പൊസിഷനിൽ, നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ വലതുവശത്ത് ഈസ്റ്റും നമ്മളുടെ ഇടതുവശത്ത് ലെഫ്റ്റ് സൈഡില് എന്താണ് വെസ്റ്റുമാണ്. ആ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാം. തെക്കോട്ട് പോയോ വടക്കോട്ട് പോയോ എന്നൊക്കെ അറിയണമെങ്കിൽ ആ രീതിയിൽ മാർക്ക് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ
ഓക്കെ മിസ്. ഓക്കെ. ഇന്ന് തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു. നാളത്തെ കാര്യമാണെന്ന് ജസ്റ്റ് ചോദിച്ചേക്കട്ടെ കേട്ടോ, കൺഫേം ആണോന്ന്. 11 മണിക്കുന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ട് പോകുന്നത്. ഒന്നുകൂടെ ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നാളെ ഇത് നിങ്ങൾ കൺഫ്യൂഷൻ വരണ്ട, ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് വരാം. ഇൻഫോർമേഷൻ കിട്ടാം PSC-യുടെ 11 മണിക്ക് നാളെ. ഓക്കെ, 12 മണി വരെയാണ് കേട്ടോ നാളെ. 11 to 12 തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ ഇനി ജോയിൻ ചെയ്യാനുള്ളവരാരും മറക്കാതെ കേൾക്കുക. പിന്നെ തന്നെയല്ല, നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോ 18 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സില്. ഇപ്പൊ അത് 25. ദാറ്റ് മീൻസ് 17 പേര് കൂടി കൂടുതൽ, അല്ല 17 അല്ലല്ലോ, 18 പേരുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് കൂടി അത് കഴിഞ്ഞപ്പോഴാണ് കയറി വന്നവരൊക്കെ കേട്ടാ. 25, 26 പേരെങ്ങാണ്ടുണ്ട് ഇപ്പൊ. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നേരത്തെ കയറാൻ പറ്റിയ സമയം അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ എന്താണെന്ന് അവിടെ. അപ്പൊ നാളത്തെ ക്ലാസ്സിന്റെ കാര്യം ഒന്ന് ഓർത്തിച്ചേക്കാം. നാളെ 11 to 12 ആണ് നിങ്ങളുടെ PSC ക്ലാസ് ഉള്ളത്. ഓക്കെ കേട്ടോ. അപ്പൊ മറക്കാതെ കേൾക്കോ. ചിലർക്ക് സമയം അറിയാൻ പാടില്ലാത്ത കാരണം ക്ലാസ്സിൽ കയറാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അറിയിച്ചത്. അപ്പൊ ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു മിസ്. താങ്ക് യു.